കേൾക്കുമാർ സിസ്റ്റം തകരാറാണ്. എന്താണ് ഈ ഡോക്ടർ പറഞ്ഞതാണ് ശരി എന്ന് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്, അതോ ശസ്ത്രക്രിയ മുടക്കിയ ഡോക്ടർ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയെന്ന വിശദീകരണക്കുറിപ്പാണോ കേരളം വിശ്വസിക്കേണ്ടത്? സുനിൽകുമാർ. അല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിൻ്റെ കാലത്ത് UDF സർക്കാരിനെ പോലെയല്ല. സൗജന്യ ചികിത്സയുടെ എണ്ണം വർദ്ധിച്ചു, ആരോഗ്യമേഖലയിലെ കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, താഴെ നിരവധി ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താലൂക്കുകളിലെല്ലാം ഡയാലിസിസ് കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖല ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയെല്ലാം ഭാഗമായി പുതിയ നിയമനങ്ങൾ നടക്കുകയും പുതിയ സ്ഥാപനങ്ങൾ ഉയരുകയും പുതിയ കെട്ടിടങ്ങൾ ഉയരുകയും ചെയ്ത് ഏറ്റവും മികവാർന്ന നിലയിൽ കേരളത്തിലെ ആരോഗ്യമേഖല മുന്നോട്ട് പോകുന്നതുകൊണ്ട് രാജ്യത്തെ ഗവൺമെൻറ് തന്നെ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് നിരവധിയായ പുരസ്കാരങ്ങൾ നൽകി വരികയാണ്. ഇത് അനുഭവിക്കുന്ന മനുഷ്യരാണ് ഓരോ മേഖലയെക്കുറിച്ചും സാക്ഷ്യം പറയേണ്ടത്. ആ മനുഷ്യരുടെ സാക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികവാർന്ന നിലയിൽ ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. 2, ഈ ഓരോ സ്ഥാപനങ്ങളിലും സമർപ്പിത മനസ്സരായി ജോലി ചെയ്യുന്ന നിരവധി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. അവരോരോരുത്തരും നല്ല നിലയിൽ ജോലിയെടുക്കുന്നവരാണ്. അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഈ മേഖലയിൽ നേടുന്ന നേട്ടങ്ങൾ. അത് എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാം മികവാർന്നൊരു കേരള മാതൃകയുടെ ഭാഗമാണ്. 3, അവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്രകാരം ഒരു സർജറി മുടങ്ങി എന്നൊരു ആക്ഷേപം ഉയർന്നുവിടുന്ന ഘട്ടത്തിൽ ഈ ഡോക്ടറെക്കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അദ്ദേഹം നല്ല വിദഗ്ധനായ ഡോക്ടറാണ്, അദ്ദേഹം ഉന്നയിക്കുന്നത് വസ്തുതാപരമായ കാര്യമായിരിക്കും, യാതൊരു മുൻവിധിയുമില്ലാതെ മന്ത്രി അത്തരമൊരു പ്രതികരണം നടത്തുകയുണ്ടായി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ചു. അവർ ഡോക്ടർമാരാണ്. അവരാരും തൊലിക്കെട്ട് കൂടുതൽ കൊണ്ട് കാണ്ടാമൃഗ സമാനമായി മാറിയവരല്ല. നോക്കണം, ഡോക്ടർ പത്മകുമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഡോക്ടർ ജയകുമാർ, ഡോക്ടർ ഗോമതി, ഡോക്ടർ സരള രവീന്ദ്രൻ. പ്രത്യേകം എന്തെങ്കിലും ചർമ്മശക്തിയുടെ പ്രത്യേകത ഈ 4 ഡോക്ടർമാർക്കുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർ അവിടെ പോയി മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി തന്നു. എഴുതി കൊടുത്തതും അവിടെ നിന്നുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. 2024 കഴിഞ്ഞ കൊല്ലം 5-ാം മാസവും 9-ാം മാസവും ഈ ഡോക്ടർ ഈ പറയുന്ന ലിത്തോപ്രോബ് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിരുന്നു. കത്ത് പ്രകാരം യഥാസമയം അത് സപ്ലൈ ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നു. 2025 ഈ കൊല്ലം 1-ാം മാസവും 2-ാം മാസവും അദ്ദേഹം കത്ത് കൊടുത്തിരുന്നു. അതനുസരിച്ച് സപ്ലൈ ചെയ്തതായി രേഖകളിൽ കാണുന്നു. മാർച്ച് മാസത്തിൽ അദ്ദേഹം കത്ത് കൊടുക്കുകയുണ്ടായി. കത്ത് കൊടുത്തപ്പോൾ സംഭവിച്ചൊരു കാര്യം, അന്നേ വരെ 32,000 രൂപ വിലയുണ്ടായിരുന്ന ഈ യന്ത്രസാമഗ്രിയുടെ ഈ ഭാഗത്തിന് 41,000 രൂപയായിട്ട് വില വർദ്ധിച്ചു. അത് 3 എണ്ണം വരുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മേലെയാകും. മുമ്പ് അവിടെ ഒരു കേസ് വന്ന കാര്യം ഞാൻ പറഞ്ഞു. അനാവശ്യമായി ലിത്തോപ്രോബ് വാങ്ങിച്ചു വെക്കുന്നു, ഇതവിടെ ഒടിച്ച് നശിപ്പിക്കുന്നു, ഇത് കമ്മീഷൻ തട്ടാനുള്ള പരിപാടിയാണ്. അവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത വരികയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തപ്പോൾ ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. 1-ാം മാസവും 2-ാം മാസവും കൊടുത്ത യന്ത്രസാമഗ്രികൾ 3-ാം മാസം വീണ്ടും ക്ലെയിം ചെയ്തപ്പോൾ അതും വില കൂടിയപ്പോൾ അവിടെ ഒരു തർക്കമുയർന്നു വന്നു. വിഷയം കലക്ടർക്ക് മുമ്പിലെത്തി. 23/6/25 ബഹുമാനപ്പെട്ട കലക്ടർ, തിരുവനന്തപുരം ജില്ലാ കലക്ടർ ഈ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ഉത്തരവ് നൽകി. അത് ഹൈദരാബാദിലെ ആ സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുത്തു. ഹൈദരാബാദിലേക്ക് ആ ഉത്തരവ് നൽകിയ ശേഷമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ 27/6 ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത്. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം? ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഉണർന്ന സിസ്റ്റമല്ല. 41,000 രൂപ വില കൂടിയപ്പോൾ ആ വില കൂടിയത് ആരംഗീകരിക്കണം? ചുമ്മാ വില കൂട്ടിയാൽ ഉടനെ ഓഡിറ്റുകാർ വന്ന് നാളെ ആരുടെ പടലേക്ക് കയറും? അതൊരു സിസ്റ്റത്തിലൂടെയല്ലാതെ നടപ്പാക്കാൻ പറ്റുമോ? കോവിഡ് വന്ന് നാട് തകർന്നു കിടക്കുമ്പോൾ 15,000 PP കിറ്റ് വാങ്ങിച്ചതിനാണ് ശൈലജ ടീച്ചറെ കോവിഡ് കള്ളി എന്ന് ഈ കോൺഗ്രസ്സുകാർ വിളിച്ചു നടന്നത്.
എന്തെല്ലാം ആരോപണങ്ങളും ആക്രമണങ്ങളുമാണ് ഇവിടുത്തെ മന്ത്രിമാർ നേരിട്ടത്. അപ്പോൾ ഒരു കലക്ടറോ അവിടുത്തെ DHലെ അവിടുത്തെ വികസന സമിതിയിലെ ഉദ്യോഗസ്ഥന്മാർക്കോ സംശയങ്ങൾ തോന്നിയാൽ ഇതാ ഇങ്ങനെ 1-ാം മാസം 2-ാം മാസം വാങ്ങിച്ചു കൊടുത്തു, 3-ാം മാസം വീണ്ടും ക്ലെയിം ചെയ്യുന്നു. ഇത് വ്യാജ ക്ലെയിമാണെന്ന് പത്രവാർത്ത, ഒരു കേസ്, ആ കേസിന് ഫയലും പോയി നിൽക്കുന്നവൻ നേരെ ഒപ്പിടുവോ? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഡോക്ടർ കള്ളനാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ഇന്ന് ഈ ചർച്ചയിൽ ഡോക്ടറെ കള്ളനാക്കാൻ നോക്കിയത് എന്തിനാണ്? അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ മൊഴി കൊടുത്തവർ ഇങ്ങനൊരു യന്ത്രം കൂടിയുണ്ടത് കാണുന്നില്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചാൽ, അല്ല അത് ഞങ്ങൾ എഴുതത്തില്ല എന്ന് പറഞ്ഞ് ഇവർ പോണോ? ഈ എഴുതുകയും എഴുതാതിരിക്കുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണോ? മന്ത്രി തീരുമാനിക്കുന്നതാണോ? ലഭിച്ച വസ്തുതയിൽ ഇതുകൂടിയുണ്ട്, അതുകൂടി പരിശോധിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ ഡോക്ടർ കള്ളനാണെന്ന് ഹാഷ്മി വിധി പ്രഖ്യാപിച്ചാൽ ആരാണ് ഡോക്ടറെ അവമാനിക്കുന്നത്? ഞങ്ങൾ എപ്പോഴും പറയുന്നു, ഒരു കാര്യത്തിൽ കഴിഞ്ഞോ? പറയാവോ? ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചട്ടപ്രകാരമേ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ. അല്ല, ഹാരിസ് ആണെങ്കിൽ ഒരു നിയമം, പ്രശാന്ത് ആണ് വേറൊരു നിയമം, കാശ്മീരാണ് ഒരു നിയമം, വേറെ ഏതെങ്കിലും ചാനലിലെ ഒരു പ്രവർത്തകരാണ് വേറൊരു നിയമം. സാധിക്കുന്ന കാര്യമാണോ? ചട്ടപ്രകാരം സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? വിഷയത്തിനകത്ത് പരാതിക്കാർ അവിടെയുണ്ട്. അതൊരു വാദമാണ്. അല്ല, വാദമല്ലെന്നേ, ഇതല്ലാണ്ട് എന്താ നടക്കുന്നത്? പറയട്ടെ ഈ അല്ലല്ലേ, ഞാൻ പറയട്ടെ, വാദിയല്ല, വസ്തുതയല്ലേ. ലോകായുക്തയുടെ മുന്നിലോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിലോ ഫയലുമായിട്ട് ക്ലർക്ക് അവിടെ ഇരിപ്പില്ലേ? അവനെ കള്ളനാക്കിയില്ലേ? ഈ പറയുന്ന സാധനം വാങ്ങിച്ചു വെക്കുന്നതും കുത്തി ഒടിക്കുന്നതെന്നും ആരോപണം ഉന്നയിച്ച് പത്രവാർത്ത വന്നപ്പോൾ ആരാണ് കള്ളനാക്കിയത്? ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ആരെങ്കിലും ഇത് വാർത്ത എഴുതുമോ? അവിടെയുള്ളവരെ മാധ്യമങ്ങൾ കള്ളനാക്കി. ഹാഷ്മി അടക്കമുള്ള മാധ്യമ കൂട്ടമാണ് കള്ളമാക്കിയത്. ശരി, നിങ്ങളുടെ വാർത്തയാണ്, നിങ്ങളുടെ വ്യാജ വാർത്തയാണ്. നിങ്ങളുടെ വ്യാജ വാർത്തയാണ്. 2 വർഷം മുൻപുള്ള കോപ്പുലോസ്കോപ്പ് കാണാതായ ഇന്ന് കേരളത്തോട് പറഞ്ഞ ആരോഗ്യമന്ത്രി, വ്യാജ വാർത്തയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസാക്കിയത്. 2 വർഷം മുമ്പ് കാണാതെ പോയ കോപ്പുലോസ്കോപ്പ് കാണാതായ ഇന്ന് കേരളത്തോട് പറയുന്ന ആരോഗ്യമന്ത്രിയാണോ ഈ ഡോക്ടറെ കള്ളനാക്കുന്നത്? ഞാനാണോ സാറേ? കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ബഹളം വെക്കരുത്. കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? പറയുമ്പോൾ യുക്തി വേണ്ടേ, ലോജിക്ക് വേണ്ടേ? ആരോഗ്യമന്ത്രി, നിങ്ങൾക്ക് യുക്തിയുണ്ടോ? ബുദ്ധിയുണ്ടോ? മന്ത്രി പറഞ്ഞോ ഈ ഡോക്ടർ ചെയ്തെന്ന്? മന്ത്രി ഇന്ന് പറയേണ്ട കാര്യം എന്താ? മന്ത്രി ഇന്ന് പറയേണ്ട കാര്യം എന്താന്നേ? നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? 2 വർഷം മുമ്പ് കാണാതായ കോപ്പുലോസ്കോപ്പ് കാണാതാണ് ഇന്ന് മന്ത്രി പറയേണ്ട കാര്യം എന്താ കേരളത്തോട്? അത് അന്വേഷിക്കാൻ ഞങ്ങളുടെ പറ്റില്ലെന്ന് പറയുന്ന കാര്യം എന്താണ്? അത് ബാക്കി അന്വേഷണം നടക്കേണ്ട കാര്യം പറയേണ്ട കാര്യം എന്താണ്? കള്ളനാക്കാനാണ് സാറേ, നാളെ പറയാം. കള്ളനാക്കാനാണ്. അടിക്കല്ലേ? മന്ത്രിക്ക് പറയാം, നിങ്ങളുടെ ആഫീസിൽ വന്ന് കത്ത് തരണം. നിങ്ങൾ എന്ത് ന്യായമാ മിസ്റ്റർ പറയുന്നത്? മന്ത്രി നിങ്ങളുടെ ആഫീസിൽ വന്ന് അനുവാദം ചോദിക്കണോ? ഒരു വസ്തുത വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായ ഒരു വസ്തുത കൂടി പറഞ്ഞാൽ ഉടനെ അവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് കള്ളനാകാൻ പോകണോ? അത് അന്വേഷിക്കേണ്ടതല്ലേ? അതെ, അന്വേഷിക്കട്ടെ. വേണം. പ്രത്യേകിച്ച് 40 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ മാറ്റി വെക്കുകയോ ചെയ്ത് ആരെങ്കിലും ഉണ്ട് പിടിക്കണ്ടേ? 100% പിടിക്കണം. പക്ഷേ 2 വർഷം മുൻപ് കാണാതായ സാധനം ഇപ്പോൾ മാത്രം അറിയുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതാവഹം. നോക്കി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. 20 ലക്ഷം ഈ പറയുന്ന സാധനം 20 ലക്ഷം ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കണമെന്നേ ഒരു തർക്കം അക്കാര്യത്തില്ല. അതിന് ഹാരിസ് ആണെങ്കിലും ആരാണെങ്കിലും.